എൺപത്തിമൂന്നാം സങ്കീർത്തനം. ദൈവമേ മിണ്ടാതെ ഇരിക്കരുതേ, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ. ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പയക്കുന്നവർ തല ഉയർത്തുന്നു. അവർ നിന്റെ ജനത്തിനു നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കത്തക്കവണ്ണം നാം അവരെ മുടിച്ചു കളയുക, അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. ഏദോമ്യരുടെയും ഇസ്മായിലുടെയും കൂടാരങ്ങളും മോവാബ്യരും ഹഗ്യരും കൂടെ, ഹേബാലും അമോനും അമാലേക്കും ഫിലിസ്ത്യദേശം സോർ നിവാസികളും അശ്ശൂരും അവരോട് യോജിച്ചു. അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു. മിദ്യാനരോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ. കീശോൻ തോട്ടിങ്കൽ വെച്ച് സിരസയോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ. അവർ എൻദോരിൽ വെച്ച് നശിച്ചുപോയി, അവർ നിലത്തിന് വളമായി തീർന്നു. അവരുടെ കുലന്മാരെ ഓരേബ്, സേബ് എന്നിവരെ പോലെയും അവരുടെ സകല പ്രഭുക്കന്മാരെയും സേബഹ്, സൽമുന്ന എന്നിവരെ പോലെയും ആക്കേണമേ. നാം ദൈവത്തിൻ്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കി കൊള്ളുക എന്ന് അവർ പറഞ്ഞുവല്ലോ. എൻ്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റത്തെ പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിർ പോലെയും ആക്കേണമേ. വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുട്ടുകളയുന്ന അഗ്നിജ്വാല പോലെയും നിന്റെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ. നിന്റെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ പ്രവിപ്പിക്കണമേ. യഹോവേ, അവർ നിന്റെ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണം ആക്കണമേ. അവർ എന്നേക്കും ലജ്ജിച്ച് ഭ്രമിക്കുകയും നാണിച്ച് നശിച്ചു പോവുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ യഹോവ എന്ന് നാമമുള്ള നീ മാത്രം സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ എന്ന് അറിയും.